ഹായ് ഗൈസ്, ഫൈനൽ കട്ട് പ്രോയിൽ എങ്ങനെയാണ് ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫൈനൽ കട്ട് പ്രോൻ്റെ ഏറ്റവും പുതിയ വേർഷനായ 11.1 ഈ ഒരു മാഗ്നറ്റിക് മാസ്ക് എന്ന് പറയുന്നൊരു ടൂൾ വന്നിട്ടുള്ളത്. ആ ടൂൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് 2 ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ 2 ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടൈം ലൈനിലേക്ക് ജസ്റ്റ് വലിച്ചിടാം. ഈ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഈ ക്ലിപ്പ് വളരെ സ്ലോ ആണ്. അപ്പോൾ ഈ ക്ലിപ്പ് ഒന്ന് നമുക്ക് സ്പീഡ് കൂട്ടുന്നുണ്ട്. അതിനായിട്ട് കമാൻഡ് ആറിയിക്കാൽ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇത് വരും. അതിൽ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കാം. ഇവിടെ സ്പീഡ് കൂട്ടാം. സ്പീഡായിട്ടുണ്ട്. അപ്പം ഈ ഒരു സബ്ജക്റ്റാണ് ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാഗ്നറ്റിക് മാസ്ക് ടൂൾ എടുക്കാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ ഇവിടുന്ന് മാഗ്നറ്റിക് മാസ്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ എഫക്റ്റിൽ വന്നിട്ട് എഫക്ട്സിൽ കീസ് മാസ്ക് ആൻഡ് കീയിൽ മാഗ്നറ്റിക് മാസ്ക് ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇടാം, അല്ലെങ്കിൽ ഇവിടുന്ന് മാഗ്നറ്റിക് മാസ്ക് എന്ന് ആഡ് ചെയ്യാം. അപ്പം ഇങ്ങനൊരു കേസർ വന്നിട്ടുണ്ടാവും. നമുക്ക് സബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. അപ്പം ഓട്ടോമാറ്റിക് സെലക്ട് ആവും. അപ്പോൾ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് വേണ്ടാത്ത ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡീസെലക്ട് ആയിട്ടുണ്ടാവും. എന്നിട്ട് അനലൈസ് കൊടുക്കാം. അപ്പോൾ ക്ലിപ്പ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെയൊക്കെ കണ്ടോ, വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു പാർട്ടൊക്കെ ഫോട്ടോ ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സബ്ജക്റ്റ് ഇവിടെ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഡണ്ണ് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. ഇവിടെ നിൽക്കിയാൽ ബാക്ക്ഗ്രൗണ്ട് ഡീസെലക്ട് ആവുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് മുകളിലോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഇവിടെ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ചെറിയൊരു ടെക്സ്റ്റ് ലെയർ ആഡ് ചെയ്യാം. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്കെയിൽ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. എന്നിട്ട് ആ ടെക്സ്റ്റ് ലെയർ എടുത്തിട്ട് നമ്മളെ വീഡിയോൻ്റെ അടിയിലേക്ക് കൊണ്ടുവെക്കുക. അപ്പോൾ ഇവിടെ വീഡിയോൻ്റെ സബ്ജക്റ്റിൻ്റെ അടിയിൽ ആ ടെക്സ്റ്റ് ആഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് സ്കെയിൽ ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ആനിമേഷനും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് FCPൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും സബ്ജക്റ്റിൻ്റെ ബാക്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനും പറ്റുന്നതാണ്.